ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു കറന്റ് ട്രൂ ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആണ്. അവരുടെ ചിന്തകളിൽ നിങ്ങളിപ്പോൾ ഏത് രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The Fool energy, 3 of Wands, the Lovers, Death and Rebirth, 5 of Wands, Ace of Pentacles, 8 of Pentacles, Knight of Swords, King of Cups, 6 of Wands, King of Wands, Empress, 6 of Pentacles, 4 of Cups, Ace of Wands, Ace of Cups, Star energy, 4 of Pentacles. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഹാങ്ഡ് മാൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അകൽച്ചയിൽ തന്നെയായിരിക്കും നിൽക്കുന്നത്. നമ്മൾ അങ്ങനത്തെ ഒരു സ്പ്രെഡ് തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്ന ഒരു പേഴ്സൺ. ചിലപ്പോൾ നിങ്ങളൊരു കംപ്ലീറ്റ്ലി നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലെസ് കോണ്ടാക്ട് ഒക്കെ ആയിരിക്കാം. ഓൺ ആൻഡ് ഓഫ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന സാഹചര്യം ആയിരിക്കാം. ആ ഒരു ഭയങ്കര ഡെപ്തോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ ബന്ധത്തിൽ ഇല്ലാത്തൊരു സമയം. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഒരു ഫീലിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. നമുക്കിവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് ഹാങ്ഡ് മാൻ ആണ്. നിങ്ങളുടെ പേഴ്സൺ കുറച്ചധികം സ്റ്റക്ക് ആണ് ഈ റിലേഷൻഷിപ്പിൽ എന്നുള്ളത് കാണുന്നുണ്ട്. അവർ കൂടുതലായിട്ട് ആക്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഭയങ്കരമായ കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു സമയത്ത് നടത്തുന്നില്ല. എന്നാൽ അവർ ഈ റിലേഷൻഷിപ്പിനെ മറ്റൊരു രീതിയിലേക്കൂടെ ചിന്തിക്കുകയും നോക്കി കാണുകയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം ഒരു വ്യത്യസ്തത കൈവരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നുണ്ടാവില്ല. അവരുടേതായ ഒരു കംഫർട്ട് സോണിൽ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു കംഫർട്ട് സോണിൽ മുന്നോട്ടേക്ക് പോകുന്നവരാണെങ്കിൽ പോലും കുറച്ചധികം സ്റ്റക്ക് ആണെങ്കിൽ പോലും അവർ ഒരുപാട് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അവർക്കൊരു കുറ്റബോധമൊക്കെ ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ കുറച്ച് കൂടുതലായിട്ടൊക്കെ എന്തെങ്കിലും പ്രവർത്തിക്കണം, തന്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്ന ആക്ഷൻ അല്ലെങ്കിൽ എഫേർട്ട് ഒക്കെ കുറച്ച് കുറവാണ് എന്നുള്ളത് അവർ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ രീതി പറയുകയാണെങ്കിൽ ഇവർ കുറച്ചൊരു പ്രത്യേക ക്യാരക്ടറുള്ള രീതികളായിരിക്കും. വ്യത്യസ്തമായ ഒരു മനോഭാവം അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ജീവിതത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും സ്നേഹബന്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇവർക്ക് ഇവരുടേതായ ഒരു രീതികൾ, അതൊരു ഈഗോ എന്നുള്ളത് മാത്രമല്ല, ചില കാര്യങ്ങളിൽ എന്താ പറയാ അവര് പറയുന്ന രീതിയിലൂടെ മാത്രം പോകണം, അങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ആളുകളായിട്ടാണ് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർ ഓവർ തിങ്കിങ് ഭയങ്കര കൂടിയ വ്യക്തികളാണ്. ഒരു ഡിസിഷൻസോ കാര്യങ്ങളോ ഒക്കെ ലൈഫിൽ എടുക്കണമെങ്കിൽ അതിന് ചെറിയൊരു കാര്യമാണെന്നുണ്ടെങ്കിലും 10-20 പ്രാവശ്യം ചിന്തിച്ചു കൂട്ടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറ്റും. ഇവിടെയാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവർക്ക് ഒരു ആക്ഷൻ എടുക്കാനുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ചിലവരുടെ കേസിൽ ചെറിയ കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവരത് ഭയങ്കര കൺഫ്യൂഷനിലേക്ക് വന്ന് എങ്ങനെ വേണം, ഏത് രീതിയിൽ വേണം, അത് അങ്ങനെ ചെയ്താൽ ശരിയാവോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ശരിയാവോ, അങ്ങനെ ഓവർ തിങ്കിങ് ചെയ്ത് കൂട്ടി ഭയങ്കരമായ ഒരു കൺഫ്യൂഷൻ അവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഇപ്പൊ stuck ആയി നിൽക്കുന്ന ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പൊ എന്തൊക്കെ രീതിയിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തികളായിക്കൊള്ളട്ടെ, അതിപ്പോ എന്തെങ്കിലും രീതിയിൽ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനോ എന്ത് റീസൺസ് ആണെന്നുണ്ടെങ്കിലും
അവർക്ക് കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് സ്വയമേ ഒരു ബോധ്യമുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ കാഴ്ചപ്പാടുകളിൽ വ്യത്യസ്തതയുള്ള പേഴ്സൺ ആണ് എന്ന് പറഞ്ഞാലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള ഒരു വ്യക്തമായ തെളിവാണ് ഈ ഒരു ആലോചന എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങൾ നിറഞ്ഞു തന്നെയാണ് നിൽക്കുന്നത്. ഒട്ടും അവർ ഓർക്കാതിരിക്കുന്ന സാഹചര്യങ്ങളൊന്നും അല്ല. നിങ്ങൾ ഒരുമിച്ച് ആ ഒരു സ്പെൻഡ് ചെയ്ത കാലഘട്ടമൊക്കെ അവർ ഓർക്കുന്നുണ്ട്. അവർക്ക് അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അവർക്കറിയാം അവർ ഈ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടെ എഫേർട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തെ വളരെ നല്ല രീതിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത്. എന്നാൽ നിങ്ങൾക്കിടയിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ തന്നെ ഒരുപാട് വാക്ക് തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം പുറത്തു നിന്നുള്ള സ്വാധീനങ്ങൾ, പുറത്തു നിന്നുള്ള വ്യക്തികളൊക്കെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇടപെട്ടിട്ടുണ്ട്. അത് ഒന്നിലധികം സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലവരുടെ കേസിൽ ഫാമിലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് തീർക്കാമായിരുന്ന ആ ഒരു പ്രശ്നത്തെ നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടാണ് ഈ ഒരു സ്റ്റേജിലേക്ക് ഇപ്പൊ മാറിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഇവിടെ കാണിക്കുന്നു. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ ഫുൾ എനർജി ആണ്. ഈ ഒരു റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും തടസ്സങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവര് ഇതിനകത്തൊരു പുതിയ തുടക്കം വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. അതായത് അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു സ്ഥാനം അവർ നൽകുന്നുണ്ട്. അവർക്ക് എപ്പോഴും നിങ്ങളുടെ പ്രസൻസ് ലൈഫ് ലോങ് വേണമെന്നും അവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അപ്പൊ ഇതുവരെ ഒരു കംഫർട്ട് സോണിലൊക്കെ നിന്ന് മുന്നോട്ടേക്ക് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് എന്തായാലും പുറത്തേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല അവരൊരു യാത്രക്ക് തയ്യാറാവുന്നുണ്ട്. യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് എത്തുന്ന യാത്ര ഒരു ജേണിയാണ്, ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയവരുണ്ടായിരിക്കാം. ചിലപ്പോൾ കംപ്ലീറ്റ്ലി വേണ്ട എന്ന് പറഞ്ഞ് ലെറ്റ് ഗോ ഒക്കെ ചെയ്ത് മാറിപ്പോയവരുണ്ടെങ്കിൽ പോലും ഇപ്പൊ അവർ അവിടെ നിന്നും വീണ്ടും വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ്. അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വിജയം വേണമെന്ന് സ്വയമേ തന്നെ തോന്നിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പക്ഷെ കുറച്ചധികം സ്റ്റക്ക് ആണ്. തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ കുറച്ച് സ്റ്റക്ക് ആണ്. പക്ഷെ മനസ്സുകൊണ്ട് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ തൊട്ടറിയുന്ന ഒരു നിമിഷമാണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇവിടെ ലവേഴ്സ് എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. പകന്നു നിൽക്കുന്ന സാഹചര്യം ആണെങ്കിൽ പോലും ആത്മാർത്ഥമായ ഒരു സ്നേഹം, പ്രണയം എല്ലാം അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണിത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലേഷൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അതിനു വേണ്ടി നല്ല രീതിക്ക് എഫേർട്ട് എടുക്കുക. എഫേർട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ ചിലവർ മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം, ചിലവർ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ, ആ ഒരു യൂണിവേഴ്സൽ പവറിലേക്ക് നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനകൾ സമർപ്പിച്ച് മുന്നോട്ടേക്ക് പോകുന്നവരായിരിക്കാം. ചിലവർ ഇവരോട് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ലെസ് കോണ്ടാക്ട് ആണെങ്കിൽ പോലും ഇപ്പോഴും നിങ്ങൾ ഇവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം ആത്മാർത്ഥമായ രീതിയിൽ തന്നെ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ എന്തായാലും നിങ്ങളുടെ എനർജി മൂലം അവരിൽ ഒരു മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അവർ സ്വയമേ ഈ ഒരു ബന്ധത്തില് എല്ലാ രീതിക്കും ഈ ഒരു വേദനാജനകമായ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിനെ ഇപ്പൊ ബാധിച്ചിരിക്കുന്ന ആ ഒരു നെഗറ്റിവിറ്റി സിറ്റുവേഷൻസിനെല്ലാം പൂർണ്ണമായിട്ടും ഒരു റീബർത്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയാണ്. നീതിപൂർവ്വം നിങ്ങളോട് പ്രവർത്തിക്കണം. നീതിപൂർവ്വം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ എഫേർട്ട് എടുത്ത് ചെയ്യണം. ഒരു ന്യൂ ബിഗിനിങ് റിലേഷൻഷിപ്പിൽ എല്ലാ രീതിയിലും വേണം. പൂർണ്ണമായിട്ടും ഇത് അറ്റു പോകേണ്ട ഒരു ബന്ധമല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് കാണിച്ചു എന്നുണ്ടെങ്കിൽ ഇവിടെയാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയൊക്കെ മനസ്സിലേക്ക് ആഗ്രഹങ്ങൾ വരുന്നുണ്ടെങ്കിലും അപ്പോഴും അവർക്ക് കൺഫ്യൂഷൻ ആണ്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അപ്പൊ ആദ്യം ബ്ലോക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. നേരിട്ട് നിങ്ങളെ കാണണമെന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. ഇനി ഇപ്പോഴും നിങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവര് ത്രൂ നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ഇവർ ഭയങ്കരമായ കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇവർക്ക് ഈ ഒരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഈ ഒരു സമയത്ത് അവരുടേതായ ദൈനംദിന കാര്യങ്ങളിലേക്ക് പോലും കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതും ഇവിടെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിന്റെ കാരണം ഒരു രീതിയിൽ അവരുടെ ജോലിനെയോ അല്ലെങ്കിൽ അവരുടെ ലൈഫിനെയോ അത് ബാധിക്കുന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം അവരുടെ ചിന്തകളിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെയാണ്. ഇപ്പൊ കൺഫ്യൂഷൻ സ്റ്റേജ് ആയിക്കൊള്ളട്ടെ, എന്ത് കാര്യങ്ങളും ആയിക്കൊള്ളട്ടെ, നിങ്ങളെ ഓർക്കാതിരിക്കുന്ന ഒരു വ്യക്തിയല്ല, നിങ്ങളെ നിരന്തരമായിട്ട് അവർ ഓർക്കുന്നുണ്ട്. അവർക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനാണ് വ്യക്തത ഇല്ലാത്തത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നല്ല രീതിക്ക് എഫേർട്ട് റിലേഷൻഷിപ്പിന് എടുക്കുന്നവരും അല്ലെങ്കിൽ ഇവർക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നവരും നിങ്ങളായിരിക്കും ഒരു ബാക്ക് സപ്പോർട്ട് റിലേഷൻഷിപ്പിന്റെ.
ഒരു നെടുന്തൂണ് എന്നൊക്കെ പറയുന്നത് പോലെ ചിലപ്പോൾ നിങ്ങളായിരിക്കും കൂടുതലായിട്ട് റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് നയിക്കുന്ന വ്യക്തികൾ. ഇവർക്ക് സ്നേഹമില്ല എന്നുള്ളതല്ല, പക്ഷെ ഇവർക്ക് ഒരു തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ എപ്പോഴും ഒരു ഫിയർ, ഒരു ഭയം ഇവരെ എപ്പോഴും പുറകോട്ട് വലിക്കും. ഇവർ ചെയ്യുന്ന കാര്യം ശരിയാകുമോ, അല്ലെങ്കിൽ അങ്ങനെയാകുമോ, ഇങ്ങനെയാകുമോ, ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ചിന്തകൾ ഇവർക്ക് കൂടുതലാണ്. പക്ഷെ എന്നാൽ നിങ്ങളെ പൂർണ്ണമായിട്ടും ഇവരുടെ ലൈഫിൽ നിന്ന് കളയാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ എനർജിയിലേക്ക് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പൂർണ്ണമായിട്ടും അവരെ വിട്ടു പോകരുത് എന്ന് ആഗ്രഹിച്ച് നിങ്ങളുടെ എനർജിയെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവർ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഹേർട്ട് ചക്രയൊക്കെ എല്ലാ രീതിക്കും ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയമാണ്. എന്ന് വെച്ചാൽ ആത്മാർത്ഥമായ ഒരു സ്നേഹം അവർക്ക് നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതുവരെ അവർ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു നിമിഷത്തിൽ അവരുടെ ആ ഒരു ഹേർട്ട് ചക്ര ഓപ്പൺ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിന് വേണ്ടി ആത്മാർത്ഥപരമായിട്ട് തന്നെ പ്രവർത്തിക്കണം. വിജയം റിലേഷൻഷിപ്പിൽ എന്തായാലും കൊണ്ടുവരണം എന്നുള്ളത് ഇവർ തന്നെ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് അവരിപ്പോൾ കൺഫ്യൂഷൻ സ്റ്റേജോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗിലൂടെ നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത് കൊണ്ടിട്ടും അവർക്ക് കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ബന്ധത്തെ നിലനിർത്തണം, അല്ലെങ്കിൽ റീബർത്ത് വേണം, ന്യൂ ബിഗിനിങ് വേണം എന്നുള്ള ആത്മാർത്ഥമായ ഒരു ഡിസിഷൻ അവർ എടുക്കുന്നത് കൊണ്ടിട്ടും സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് തന്നെ ഇവർ പ്രവർത്തിക്കാൻ തയ്യാറാകും, അല്ലെങ്കിൽ അതിനുള്ള ആഗ്രഹം ഇവരുടെ ഉള്ളിൽ സ്ട്രോങ് ആണ്. സാഹചര്യങ്ങൾ തടസ്സങ്ങളായിട്ടുണ്ടായിരിക്കാം. ചിലവരുടെ കേസിൽ ഫാമിലിയൊക്കെ തേർഡ് പാർട്ടി ആയിട്ടുണ്ടായിരിക്കാം. മറ്റു ചിലവരുടെ കേസിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇവിടെ തടസ്സങ്ങൾ എല്ലാമായിട്ട് എന്തായാലും കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇവർ എന്തായാലും നിങ്ങളിലേക്ക് കടന്നു വരിക എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഇവർ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തുന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഇവിടെ കമ്മ്യൂണിക്കേഷൻ കാർഡിലെ വിജയം കാണിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായും നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം അർഹമായ രീതിയിലുള്ള ആ ഒരു സ്നേഹമൊക്കെ നിങ്ങൾക്ക് നൽകണം. അതിന് എല്ലാ രീതിയിലും നിങ്ങൾ അർഹയായ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അർഹനായ ഒരു വ്യക്തിയാണെന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ്. റിലേഷൻഷിപ്പിനെ നല്ല രീതിക്ക് ബാലൻസ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയും അവരിൽ വന്നിട്ടുണ്ട്. കാരണം എന്തൊക്കെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ സാഹചര്യങ്ങൾ അവർക്ക് ചുറ്റും അനുകൂലമായിട്ട് ഇപ്പൊ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ആണെങ്കിൽ പോലും മനസ്സ് നിങ്ങളിലേക്കാണ് ഇപ്പൊ കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളെ നോക്കി കാണുന്നുണ്ട്. ഇവർ ഇമോഷൻസ് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാത്ത വ്യക്തികളാണ്. എല്ലാം ഇങ്ങനെ ഉള്ളിൽ കൊണ്ടു നടക്കും. അത് ഇവർക്ക് ഭയങ്കരമായ ഒരു സ്വാർത്ഥത കൂടിയിട്ട് മാത്രമല്ല, ഇവർ കുറച്ച് സ്വാർത്ഥരാണ്, അതിവിടെ കാണിക്കുന്നുണ്ട് എനർജിയിൽ. കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, ഇവരുടെ ഒരു നേച്ചർ ഭയങ്കരമായിട്ട് എക്സ്പ്രസീവ് അല്ല. നിങ്ങൾ രണ്ടുപേരെയും വെച്ച് താരതമ്യം ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന രീതികളാണ്. ഇവരുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും ഇവർ ഭയങ്കരമായിട്ട് പുറത്തേക്ക് കാണിക്കില്ല. കാരണം ഇവർ ഒരു പ്രത്യേക രീതിയിലുള്ള കാഴ്ചപ്പാടുകളുള്ള വ്യക്തിയാണ്. ഈ ഒരു ഓവർ തിങ്കിങ് കാര്യങ്ങൾ കൂടുതലായതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു രീതിയിൽ ഓവർ തിങ്ക് ചെയ്യും. ഒരുപാട് ഇമോഷൻസ് ഒക്കെ പ്രകടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒന്നും അല്ലാതെയായി പോകുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടി കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു രീതികളാണ്. എന്നാൽ ഇപ്പോ ഈ ഒരു റിലേഷൻഷിപ്പിലെ ഈ ഒരു അവസ്ഥയിലേക്കെല്ലാം ഒരു പൂർണ്ണമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് ഈ ഒരു ലൈഫിനെ എത്തിക്കണം. പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സ്ട്രഗിളിങ് എനർജിയിലൂടെയാണ് ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ കംപ്ലീറ്റ്ലി ഒരു മാറ്റങ്ങൾ കൊണ്ടുവരിക. ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒരു സന്തോഷം, സമൃദ്ധി എല്ലാം കൊണ്ടുവരണം. നിങ്ങളോട് നീതിപൂർവ്വം പ്രവർത്തിക്കണം. അതുപോലെ ഒരു ലിമിറ്റിൽ കൂടുതൽ ഇമോഷൻസ് ഇങ്ങനെ ഹോൾഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം അങ്ങനെ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിന് ഒരു വളർച്ച ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എങ്ങും എത്തൂല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ കുറച്ചൊക്കെ ഇമോഷൻസ് പ്രകടിപ്പിക്കണം എന്നുള്ളൊരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണ് അർഹമായ രീതിക്കെങ്കിലും ഇവർ പ്രവർത്തിക്കണം അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നത്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു, ഇവർക്ക് അറിയാം ഇവരുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ പറ്റുന്നുണ്ട് എന്നുള്ളത് ഇവർക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. ഇവർക്ക് ആഗ്രഹമുണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള രീതിക്ക്. പക്ഷെ അവരുടെ ഒരു നേച്ചർ ഇങ്ങനെ ആയതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷനിലേക്ക് പോകുമ്പോഴാണ് ഇവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടാത്തത്. ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു ഗൈഡൻസ് കാര്യങ്ങളൊക്കെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അന്നൊന്നും ഇവർ യാതൊരുവിധ വാല്യൂവും ചിലപ്പോൾ നിങ്ങൾക്ക് നൽകിയിട്ടും ഉണ്ടാവില്ല. എന്നാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ അതേക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തിരുന്ന ഓരോ കാര്യങ്ങളും അത് എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് പറ്റിയ ഒരു ബാക്ക് സപ്പോർട്ട് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി വരുത്തുന്ന രീതിയിലുള്ളതായിരുന്നു.
അപ്പൊ ആ ഒരു രീതിയിലൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോഴാണ് എന്തായാലും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് താൻ സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞതാണ് എന്നുള്ളത്. ആ നഷ്ടപ്പെടുത്തി കളഞ്ഞ സ്നേഹത്തെ പൂർണ്ണമായിട്ടും വിട്ടുപോകും എന്നുള്ള ഒരു സ്റ്റേജിലേക്കൊക്കെ വന്നപ്പോഴാണ് തിരിച്ചറിവുകൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ തീരുമാനങ്ങളൊക്കെ മാറ്റിയിരിക്കുന്നതും ഈ ഒരു രീതിയിൽ അവരുടെ ഇമോഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് ഇപ്പൊ അട്രാക്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മൂവ് ഓൺ ചെയ്യാനൊക്കെ തീരുമാനിച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഒറ്റപ്പെടല് കാര്യങ്ങളൊക്കെ അവര് അനുഭവിക്കുന്നത് കൊണ്ടിട്ട് ആ ഒരു ലോസ് അല്ലെങ്കിൽ ആ ഒരു നഷ്ടം അവര് ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഇതിലൊരു വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വളരെയധികം ഒരു പ്രണയമൊക്കെ നിങ്ങളോട് ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ട്. അതും എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള രീതിക്ക് തന്നെയാണ് ആ ഒരു ഇമോഷൻസ് തോന്നുന്നത്. ആ ഒരു സ്നേഹവുമായിട്ട് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുക അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും പ്രപ്പോസ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. അവരുടെ ഹൃദയത്തിലുള്ള ആ ഒരു സ്നേഹം അത് നിങ്ങൾക്ക് തന്നെ നൽകാനായിട്ട് അവർ എല്ലാ രീതിക്കും തയ്യാറെടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇമോഷണലി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് അടുക്കുന്നുണ്ട്. നിങ്ങളെക്കാൾ കൂടുതൽ വളരെ പ്രതീക്ഷയോടുകൂടി ഈ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിനെ നോക്കി കാണുകയും ചെയ്യുന്നുണ്ട്. വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഡീപ്പ് ആയിട്ടുള്ള ഒരു ലവ്, ആ ഒരു പ്രണയം അതാണ് അവർക്കിപ്പോ നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു ഒന്നുചേരലിനായിട്ട് അവരുടെ മനസ്സിപ്പോ നിങ്ങളെക്കാൾ കൂടുതലായിട്ട് തുടിക്കുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങൾ ഒരു ചോയ്സ് ആയിട്ടൊക്കെ കണ്ടു നിന്നവരാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഓപ്ഷൻ പോലെയൊക്കെ കണ്ടു നിന്നവരാണെന്നുണ്ടെങ്കിൽ, ആ ഒരു സാഹചര്യം കൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തി പോയവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ വെറും ഒരു ഓപ്ഷൻ അല്ല നിങ്ങൾ, അവരുടെ ലൈഫിലെ ഒരു പാർട്ട് തന്നെയാണ് നിങ്ങൾ എന്നുള്ളത് വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കുന്ന സമയമാണ്. അപ്പൊ നിങ്ങൾക്കൊരു വാല്യൂ നൽകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രയോറിറ്റി അവരുടെ ലൈഫിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ്. ഈ ഒരു അകൽച്ച നിങ്ങളുടെ പേഴ്സണെ ഇമോഷണലി വളരെയധികം ഒരു പെയിൻ ഉണ്ടാക്കുന്നുണ്ട്. ഹൃദയം നുറുങ്ങുന്ന ഒരു വേദനകളിലൂടെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിലൂടെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് നിങ്ങളൊരു ഫാമിലി ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലവേഴ്സ്, സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പൊ എങ്ങനെയുള്ള റിലേഷൻഷിപ്പും ആയിക്കൊള്ളട്ടെ, വെറും ഒരു ഓപ്ഷൻ ആയിട്ട് നിങ്ങളെ കാണാൻ അവർക്ക് താല്പര്യമില്ല. അവർക്ക് ആ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി ബന്ധത്തെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർ ഈ ഒരു സമയത്ത് ഒരു സ്വയം ഹീലിംഗിലൂടെ പോകുന്നതും ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നിങ്ങളെ പോലെ തന്നെ ഈക്വൽ ആയിട്ട് തന്നെ നോക്കി കാണുന്നത്, ഒരു റിന്യൂവലിനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന വ്യക്തികളാണ്. മാത്രമല്ല നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ആഴത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സക്സസ് നിങ്ങളെ പോലെ തന്നെ അവരുടെയും ഒരു ആഗ്രഹം അല്ലെങ്കിൽ ലക്ഷ്യമായിട്ട് അവരിപ്പോൾ എടുക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന പോലെ തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ഈ റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും എഫേർട്ട് എടുക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഇപ്പൊ സ്വയമേ എഫേർട്ട് എടുക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. എത്ര റിസ്ക് എടുത്തും ഈ ഒരു ബന്ധം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സമാധാനപരമായ രീതിയിലേക്ക് റിലേഷൻഷിപ്പിനെ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ട്രസ്റ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ വന്നിട്ടുണ്ട്. തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ ബന്ധത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കൂടിയേ തീരൂ എന്നുള്ളത് ഇവർ മനസ്സിലാക്കുകയാണ്. അപ്പൊ ഇവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഒരു ഫിയർ ഉണ്ടെങ്കിലും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവരെന്തായാലും ഒരു റിസ്ക് എടുത്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തും. കാരണം അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും ഇത് അനിവാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു നേച്ചർ അല്ലെങ്കിൽ അവരുടെ ജനറ്റിക് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറുകളൊക്കെ ഉണ്ടെങ്കിലും അതിനൊരു സൈഡിലേക്ക് ചില കാര്യങ്ങളിൽ മാറ്റി വെക്കാനായിട്ട് അവർ തീരുമാനം എടുത്തിട്ടുണ്ട്. അതാണ് ആ ഒരു കാഴ്ചപ്പാടുകളിൽ വരുന്ന വ്യത്യസ്തത എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചവരോ അല്ലെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യുക, ഹൈഡിങ് മാത്രമല്ല, ഇവർ ഒരുപാട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന വ്യക്തികളല്ല. അവിടെ ഒരു ഹൈഡിങ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇവരെല്ലാം തുറന്നു പറയില്ല, ഇവരുടെ ഒരു രീതി അങ്ങനെയാണ്. എന്നാൽ ഇപ്പൊ ഇവർ ചിന്തിക്കുന്നുണ്ട്, ആവശ്യമായ കാര്യങ്ങൾ തുറന്നു പറയേണ്ടതാണ് എന്നുണ്ടെങ്കിൽ അത് തുറന്നു തന്നെ പറയണം. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ബന്ധത്തിനെ നല്ല സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും. അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ട് അതുപോലെ തന്നെ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നത് കൊണ്ടിട്ടും ഈ ഒരു ബന്ധം ഒരിക്കലും പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടിട്ടും അവരുടെ ഭാഗത്തു നിന്നും എന്തായാലും നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ വളരെയധികം ഇമോഷണലി നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പൊ അവരുടെ ഒരു കറന്റ് ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിലും കറന്റ് തോട്ട്സ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ എടുക്കുമ്പോൾ നമുക്കിവിടെ മെയിൻ ആയിട്ട് വരുന്നത് നിരന്തരമായിട്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന വ്യക്തികളാണ്. ഒരിക്കലും നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തികളല്ല.
അവരിപ്പോൾ എന്തായാലും കുറച്ച് നിലവിൽ സ്റ്റക്ക് ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് കൺഫ്യൂഷൻ സ്റ്റേജ് ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ബന്ധത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ കൂടുതലായിട്ട് ആക്ഷൻ ഒന്നും ഇല്ലാതെ സാഹചര്യം ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യം ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകാനുള്ള സാധ്യതകൾ കാണിക്കുന്നില്ല. കാരണം ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് വന്നിരിക്കുന്നത് കൊണ്ടും ഇവിടെയാണെങ്കിലും ന്യൂ ബിഗിനിങ് ആണ്. മൊത്തത്തിൽ നമുക്കിവിടെ വന്നിരിക്കുന്ന ഏസ് ഓഫ് വാൻസ്, ഏസ് ഓഫ് കപ്സ്, ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണെങ്കിലും ഫുൾ എനർജി ആണെങ്കിലും അതുപോലെ തന്നെ ഡെത്ത് ആൻഡ് റീബർത്ത് ആണെങ്കിലും എല്ലാം ഒരു ന്യൂ ബിഗിനിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റക്നെസ് ഉടനെ തന്നെ മാറാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേഷനുമായിട്ട് വരാനും സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കാരണം ഇമോഷണലി നിങ്ങളെ വേണമെന്ന് ആത്മാർത്ഥമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഇവരുടെ എനർജി ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. വയനാട്, മാർച്ച് മന്ത്, N എന്നൊരു ലെറ്റർ, കൊല്ലം, P എന്നൊരു ലെറ്റർ, 28, വിർഗോ, B എന്നൊരു ലെറ്റർ, കാർത്തിക, പൂരം, 36, 1988, ലിയോ, R എന്നൊരു ലെറ്റർ, തൃശൂർ, 1990, ഓഗസ്റ്റ് മന്ത്, പൈസസ്, സോഡിയാക് സൈൻ ആണ്, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്, D എന്നൊരു ലെറ്റർ, അശ്വതി, 1972, 44, ഇടുക്കി, H എന്നൊരു ലെറ്റർ. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് തിരുവാതിര എന്നൊരു സ്റ്റാർ ആണ്. ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉള്ള ബന്ധമാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.